നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ എനി മേജർ സർജറി യു ഷുഡ് ഗോ. അതിന് യാതൊരു സംശയമില്ല. ഞാനായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. വിരട്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയണം, മൂക്കിനകത്ത് ഒരു സൈനസൈറ്റിസ് വന്ന അപ്പോൾ തലച്ചോറി പഴുപ്പ് കയറും എന്ന് പറയുന്ന ഡോക്ടർമാരെ എനിക്കറിയാം കേട്ടോ. ഞാൻ ഇന്നൊരു പേഷ്യനെ കണ്ടിട്ടുണ്ട്. ഒരു പേഷ്യൻ, ഇപ്പം ഞാനത് പേഷ്യനെ കണ്ടിട്ടാണ് വരുന്നത്. 20 മരുന്നുകളാണ് പുള്ളിക്ക്. ഡയബറ്റീസ്, റീനൽ ഡയാലിസിസ്, പക്ഷേ 20 മെഡിസിൻസ് ഉണ്ട്. മരുന്നുകൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസി, എഴുതി കൊടുക്കുന്ന ടെൻഡൻസി ഡോക്ടർമാരുടെ ഇടയുണ്ട്. അത് തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയാം, ഒരു പനിയായിട്ട് വലിയൊരു ആശുപത്രി പോയി, അത് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊരു ലുക്യൂമിയ ആയിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എത്രയോ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങൾക്കും പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറും ഡോക്ടർമാരുടെ ഇടയിൽ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, ഡയബറ്റീസ് ചികിത്സിക്കാൻ ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ, അവിടെ MBBS ഡോക്ടർ മതി. പക്ഷേ പുള്ളിയുടെ അഭിപ്രായത്തിൽ, പുള്ളിയുടെ ഇതിൽ നിൽക്കുന്നില്ലെങ്കിൽ പുള്ളിയുടെ കൺട്രോളിൽ ഒരു ഫിസിഷ്യനെയോ ഡയബറ്റോളജിസ്റ്റിനെയോ പോയി കണ്ട്, എന്നാലും ആ ഫോളോ അപ്പ് ഹാസ് ടു ബി ഡൺ ബൈ ദ ലോക്കൽ ഡോക്ടർ. ചെറിയൊരു ഒരു തലവേദന വന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തലകറക്കം വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നേരെ പോകുന്നത് ആദ്യം അവർ ഈവൻ നാട്ടിൻപുറത്തുനിന്ന് പോലും തിരുവനന്തപുരത്ത് വന്ന് ഒന്നേ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീത്രയിലൊക്കെ പോകുന്നു. പോയിട്ട് തിരിച്ച് അവർ തന്നെ പറയും ഇതൊരു ജലദോഷം വന്ന് സൈനസിനാന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് തിരികെ എത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ കൺസെപ്റ്റ് ഇവിടെ അത്യാവശ്യമാണ് ഈ സമയത്ത്. അത് പലരും അത് പാലിക്കുന്നില്ല. നമുക്ക് വിശ്വാസമുള്ള ഒരു ലോക്കൽ MBBS ഡോക്ടർ മതി. എന്ത് മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ ഡോക്ടർ അഭിപ്രായത്തിൽ മാത്രം വേറൊരു ഡോക്ടറെ പോകുന്ന ഒരു സിസ്റ്റം, അത് വളരെ നല്ല ഒരു സിസ്റ്റം ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല വിദേശ കമ്പനികൾ കൈയടക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ, പ്രൈവറ്റ് ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദേശ കമ്പനികൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല, സ്വകാര്യ ആരോഗ്യ മേഖല കൈയടക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മികച്ച ചികിത്സ കിട്ടും എന്നത് ഒരു വശം, മറ്റൊരു വശം ഭീമമായ ചികിത്സാ ചെലവ് കൂടും എന്നത്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പരിശോധിക്കുകയാണ് നമ്മോടൊപ്പം ഡോക്ടർ ജോൺ പണിക്കറാണുള്ളത്. സാർ, സ്വാഗതം. താങ്ക് യു സാർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ വിദേശ നിക്ഷേപം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വരുന്നതിനെ കുറിച്ച്. സാറിൻ്റെ ആദ്യത്തെ ഒരു അഭിപ്രായം എന്താണ്? ഇത്തരത്തിൽ വിദേശ നിക്ഷേപം നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ വരുന്നത് നല്ലതാണോ? അതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഇന്ത്യയിലെ ആരോഗ്യ മേഖല ഒരു സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നില്ല, പക്ഷേ പല പാശ്ചാത്യ നാടുകളുമായിട്ട് നോക്കുമ്പോൾ വളരെ വളരെ മെച്ചമെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം നമുക്ക് ഇപ്പോൾ അമേരിക്കയിലായാലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലായാലോ മറ്റ് ആസ്ട്രേലിയയിലൊക്കെ ആയാലും വളരെയധികം മലയാളികളൊക്കെ അവരുടെയൊക്കെ ഫീഡ്ബാക്കും, അതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച വളരെയധികം ഡോക്ടർമാരും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നൊക്കെയുള്ള അഭിപ്രായം കേട്ടിട്ട് മനസ്സിലാക്കുന്നത് അത് ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു അക്സസിബിലിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ അത് നമ്മുടെ കേരളമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് അവിടുത്തെ ഈ പറഞ്ഞ പോലെ വലിയ ലീഗൽ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഒരു പ്രധാന കാരണം. അതോടൊപ്പം ആ ഒരു സിസ്റ്റം ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു അക്സസിബിലിറ്റി ഏറ്റവും കൂടി അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റത്തിന് കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടാമത്, ഇത് പറയുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഡെഫിനറ്റ്ലി, കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളോ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികളൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണ്. അതൊരു ഹെൽത്ത് കെയർ ഇവിടുത്തെ ഇത്രയും നാളും നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലം വരെ. പക്ഷേ അതിനൊരു മാറ്റം, ഒരു കൊമേഴ്ഷ്യലൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആക്കം കൂട്ടും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളുടെ ഇടയിലെല്ലാം ഉണ്ട്.
നമ്മുടെ എന്താണ് ജനറ്റിക് ഡീറ്റെയിൽസ് അതെല്ലാം അങ്ങ് പൂർണ്ണമായിട്ട് ഒരു ഫോറിൻ ആളുടെ കയ്യിലൊക്കെ ചെല്ലുവാണെങ്കിൽ അത് നമ്മുടെ സെക്യൂരിറ്റിയുടെയും കൂടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വളരെ സൂക്ഷിച്ച് പഠിച്ച് അങ്ങനൊരു പഠനമൊന്നും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഡിസിഷൻ ഗവൺമെൻറ് എടുത്ത് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്ത സമയത്ത് ഒരു കൂലങ്കഷമായ ഒരു പഠിത്തം, ഇപ്പോൾ നമ്മളൊരു ഫാക്ടറി നടത്തുന്ന പോലെയല്ല നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുക അല്ലെ ഹെൽത്ത് കെയർ സിസ്റ്റം, അത് നമ്മുടെ മനുഷ്യജീവൻ്റെ കാര്യങ്ങളും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജനറ്റിക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ മുഴുവൻ ആയിക്കഴിഞ്ഞാൽ ഭാവിയിൽ 5-10 കൊല്ലം കഴിഞ്ഞ് നമുക്ക് വരാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള നേരത്തെ അനലൈസ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ അതിന് പറ്റിയ വാക്സിൻസോ അല്ലെങ്കിൽ അതെല്ലാം മെഡിസിൻസ് എല്ലാം റെഡിയാക്കി വെച്ച് സമയം വരുമ്പോൾ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു അതിൽ നമ്മൾ വീണു പോകാനുള്ള ഒരിടയുണ്ട്. ഓക്കെ, സാറ് സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യം പറഞ്ഞു. അടുത്ത കാലം വരെയൊക്കെ ഉണ്ടായിരുന്നത് മാറി. ഇപ്പോൾ ഒരു പനി വന്ന് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ഒരു ചുരുങ്ങിയതൊരു 5000 രൂപ പൊട്ടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ വിദേശ നിക്ഷേപം കടന്നു വരുമ്പോൾ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കും എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സ്വകാര്യ ആരോഗ്യ മേഖലയുടെ കുത്തഴിഞ്ഞ അവസ്ഥ. അപ്പോൾ മൊത്തത്തിൽ പാളിയിട്ടുണ്ടോ നമ്മുടെ ആരോഗ്യ മേഖല? ഇല്ല, അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഈ ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ 5000 രൂപ പൊട്ടും എന്ന് പറയുന്നത് നമ്മൾ അത് ഏത് ആശുപത്രിയിൽ പോകുന്നു എന്നുള്ളതിനെയും കൂടെ ആശ്രയിച്ചായിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ സിംഗിൾ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ചെറിയ ഹോസ്പിറ്റലുണ്ട്, മിഷൻ ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ പല ആശുപത്രികളുണ്ട്. അപ്പം നമ്മൾ ഒരു പനി വന്ന ഉടൻ തന്നെ ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ പോയി ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അവരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ പനികളെന്ന് പറയുന്നത് ഡെങ്കി ആയെന്ന് വരാം, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് ആയെന്ന് വരാം, പലതരത്തിലുള്ള എബോള പോലുള്ള രോഗങ്ങൾ പോലും ഇപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയ ആശുപത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഒരു ഡയഗ്നോസിസ് മിസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പബ്ലിക് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഡോക്ടർമാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് നമ്മൾ ഈ പബ്ലിക് തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഒരു പനി വരുന്നു, ആദ്യമേ തന്നെ അടുത്തുള്ള ഒരു കുട്ടിയാണെങ്കിൽ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ജനറൽ ഫിസിഷ്യനെയോ ജനറൽ പ്രാക്ടീഷണറെയോ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ നേരെ പോയി വലിയ ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് 5000 രൂപ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ ലാബറട്ടറി അനാവശ്യ ടെസ്റ്റുകൾ ഒരുപാട് ഡോക്ടർമാർ എഴുതുന്നുണ്ടല്ലോ. അതെ, ഞാൻ എല്ലാവരും ഇല്ല, പക്ഷേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് തോന്നുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ അസസ് ചെയ്ത ഒരു 10% താഴെ ഡോക്ടർമാരെ അങ്ങനെ ചെയ്യാറുള്ളൂ. 90% ഡോക്ടർമാരും ചുമ്മാ ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജനറൽ പ്രാക്ടീഷണേഴ്സ്, ജനറൽ ഫിസിഷ്യൻസ്, അല്ലെ സ്മാൾ ഹോസ്പിറ്റൽ അവിടെ, അല്ലെ ചെറിയ മിഷൻ ഹോസ്പിറ്റൽസ്, അത് പല കമ്മ്യൂണിറ്റിയുടെ ആവാം. അവിടെ ഒന്നും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, പന്തളത്ത് NSSൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ കൊല്ലത്ത് SN ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ ഹോളി ക്രോസ് ഹോസ്പിറ്റലുണ്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് അവിടെ അനാവശ്യമായിട്ടുള്ള ഇതില്ല. പക്ഷേ അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അടുത്ത് എത്രയോ ഡോക്ടർമാർ ഓരോ നാട്ടുമ്പുറത്ത് പോലും ഉണ്ട്. അതായത് ഒരു പനി വന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള, എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ കൺസെപ്റ്റ് ഇവിടെ അത്യാവശ്യമാണ് ഈ സമയത്ത്. അത് പലരും അത് പാലിക്കുന്നില്ല. നമുക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ, MBBS ഡോക്ടർ മതി. എന്ത് മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ ഡോക്ടർ അഭിപ്രായത്തിൽ മാത്രം വേറൊരു ഡോക്ടറെ പോകുന്ന ഒരു സിസ്റ്റം, അത് വളരെ നല്ല ഒരു സിസ്റ്റം ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് അറിയത്തില്ല പലപ്പോഴും. നേരെ മറിച്ച് ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് അറിയാം എവിടെ പോയാലാണ് ഇനി കൃത്യമായിട്ടുള്ള അവിടുത്തെ സാമ്പത്തിക കോസ്റ്റുകൾ വരെ പല ഡോക്ടർമാർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ രോഗിയുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ കൺസിഡർ ചെയ്തായിരിക്കും നമ്മൾ റെഫർ ചെയ്യുക, ഒരു രോഗിയെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ഞാൻ ENT ഡോക്ടറാണെങ്കിൽ പോലും ഞാനൊരു ഓൾസോ ജനറൽ പ്രാക്ടീഷണർ സർക്കാരിലൊക്കെ ഇരുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ പേഷ്യൻറ്റിന് എങ്ങോട്ടായിരിക്കും ബെറ്റർ പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു തലവേദന വന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തലകറക്കം വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നേരെ പോകുന്നത് ആദ്യം അവർ ഈവൻ നാട്ടിൻപുറത്തുനിന്ന് പോലും തിരുവനന്തപുരത്ത് വന്ന് ഒന്നേ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീത്രയിലൊക്കെ പോകുന്നു. പോയിട്ട് തിരിച്ച് അവർ തന്നെ പറയും ഇതൊരു ജലദോഷം വന്ന് സൈനസിനാന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് തിരികെ എത്തുന്നത്. ഈ പരിശോധനകളെല്ലാം ഒരു ശ്രീത്രയിലൊക്കെ ഒരു തലവനെ പോയി കഴിഞ്ഞാൽ അവർ ദേ ആർ ബൗണ്ട് ടു ഡു സർട്ടൻ ഇൻവെസ്റ്റിഗേഷൻ. കാരണം അവിടെ ചെന്നിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയാം ഇത് ബ്രെയിൻ ട്യൂമറാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന പറ്റത്തില്ല, റിവേഴ്സ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യേണ്ടി വരും. അത് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്
എക്സ്പെക്റ്റഡ് ഫ്രം എ ഹയർ ഹോസ്പിറ്റൽ. അത് നമ്മുടെ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാകും. നമ്മുടെ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം വരണം. അതാണ് ഞാൻ പറഞ്ഞത്, രോഗികളുടെയും പബ്ലിക്കിൻ്റെയും മനോഭാവത്തിലൊരു മാറ്റം വന്നാൽ ഇതിനൊരു ഒരളവ് വരെ ഒരു ഇത് വരും. പക്ഷേ എന്ന് വെച്ച് ഇത് ആവശ്യമില്ലാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടർമാരൊന്നും ഇല്ലയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയുള്ള ഒരു 10% താഴെയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഡയബറ്റീസ്. ഞാൻ എപ്പോഴും പറയും, ഡയബറ്റീസ് ചികിത്സിക്കാൻ ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ, അവിടെ MBBS ഡോക്ടർ മതി. പക്ഷേ പുള്ളിയുടെ അഭിപ്രായത്തിൽ, പുള്ളിയുടെ ഇതിൽ നിൽക്കുന്നില്ലെങ്കിൽ പുള്ളിയുടെ കൺട്രോളിൽ ഒരു ഫിസിഷ്യനെയോ ഡയബറ്റോളജിസ്റ്റിനെയോ പോയി കണ്ട്, എന്നാലും ആ ഫോളോ അപ്പ് ഹാസ് ടു ബി ഡൺ ബൈ ദ ലോക്കൽ ഡോക്ടർ. ഇതിപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് അവരുടെ ഒന്നും കുഴപ്പമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ ഡയബറ്റോളജിസ്റ്റിനെ ആദ്യം പോയി കാണും. ആ ഡയബറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണുന്നവർക്ക് പലപ്പോഴും കൺട്രോൾ വളരെ മോശമായിരിക്കും. കാരണം ഈ ഡയബറ്റീസിനൊക്കെ പറയുന്ന അല്ലെ ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ഫ്രീക്വൻ്റായിട്ട് കണ്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അവർ ദീർഘമായിട്ട് ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻ, ഭക്ഷണത്തിലുള്ള ചേഞ്ചസ്, ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു വലിയൊരു ബിസി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർക്ക് ഇതിനൊന്നും പ്രോപ്പറായിട്ട് സമയം കാണത്തില്ല ഈ പറഞ്ഞു കൊടുക്കാനൊക്കെ. അവർ മരുന്ന് എഴുതി കൊടുക്കും, ഇവർ വിചാരിക്കും ഇതുകൊണ്ടെല്ലാം റെഡിയായി എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല സത്യം. ഞാൻ കാണുന്ന ബഹുഭൂരിപക്ഷവും പ്രോപ്പറായിട്ട് കണ്ടല്ല. നേരെ മറിച്ച് അടുത്തുള്ള ഒരു ഫിസിഷ്യനോ അടുത്തുള്ള ഒരു MBBS ഡോക്ടറോ റെഗുലറായിട്ട് കാണുന്നത് കമ്പാരിറ്റീവ്ലി വെൽ കൺട്രോൾഡായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഒന്ന് പ്രോപ്പറായിട്ട് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഞാൻ രോഗികളെയൊന്നും കുറ്റം പറയല്ല, പക്ഷേ സമൂഹവും നമ്മുടെ ഈ ഒരു സിസ്റ്റം മാറുക എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ എത്രയും അത്യാവശ്യമുള്ള സൂപ്പർ കെയർ വേണ്ട കേസുകൾ മാത്രം നമ്മൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകുക. ബാക്കിയുള്ളതിന് നമുക്ക് ഈ ചികിത്സ ഒരു മിഡിൽ ലെവലോ ലോ ലെവലിലോ ഉള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാമെങ്കിൽ പലപ്പോഴും അതിൻ്റെ ആവശ്യം വരികയില്ല. പിന്നെ ചില സർജറീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി ചെയ്യണമെന്നൊക്കെ നമുക്ക്. പക്ഷേ സർജറിയുടെ കേസല്ലാതെ ഇപ്പോൾ നിസ്സാര ഒരു പനി തലവേദന എടുക്കാം. ചില ആളുകൾ കണക്ക് കൂട്ടുന്നത് നമ്മൾക്കൊരു സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു 5 രൂപയുടെ കാര്യമാണ്, പോയി തിരക്കിൽ നിൽക്കാൻ മടിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. ചെറിയൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കുമോ, അവിടെ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വൈകുമോ എന്നൊക്കെ കരുതിയാണ് മികച്ചൊരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഈ ആളുകളുടെ മനോഭാവം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ചൂഷണം ചെയ്യുകയില്ല യഥാർത്ഥത്തിൽ ഈ ആശുപത്രികൾ ചെയ്യുന്നത്. അല്ല, ഒരളവ് വരെ കാണും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വലിയ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ പനി 100% ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ എടുക്കും. ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ആർക്കും അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ഡോക്ടർക്കും പറ്റില്ല. ഒരു 24 hours കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റിൽ പോലും അത് വൈറൽ ഇൻഫെക്ഷനാണോ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ചിലപ്പം ഒരു അപൂർവമായിട്ടൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് പനി വന്നെന്ന് വരാം, അല്ലെങ്കിൽ ഒരു റുമാറ്റിസത്തിൻ്റെ ഭാഗമായിട്ട് പനി വരാം. ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പം ഒരു 4-5 ദിവസം കഴിയണം. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനൊരു പേഷ്യൻ്റ് ചെല്ലുകയാണ്. പക്ഷേ ഞാൻ അതാ പറയാൻ കാരണം, അവിടെ ഒരു സൂപ്പർ ഹോസ്പിറ്റലിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ഡേയിലോ സെക്കൻഡ് ഡേയിലോ പോയി കഴിഞ്ഞാൽ അവർ ഈ റുട്ടീൻ ടെസ്റ്റെല്ലാം ആദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് പനി കുറവില്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമുള്ള ചെയ്യുന്നു. ഇപ്പോഴത്തെ ബ്ലഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹൈലി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് ഒരളവ് വരെ ഇവർക്കൊക്കെ ഒരു പലപ്പോഴും ഡയറക്റ്റായിട്ട് ഈ ഡോക്ടർമാരെ ഒന്നും സാമ്പത്തികം മോണിറ്റർ ഇവർ മാനേജ്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ വഴി ആശുപത്രിക്ക് എന്തൊക്കെ, അത് വലിയ ആശുപത്രികളിലാണ് പൊതുവെ നടക്കുന്നത്, എന്തുമാത്രം ഇൻകം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അതൊക്കെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അത് ഒരാൾ വരെ അത് ഡോക്ടർമാർക്ക് ഒരു ഫീഡ്ബാക്ക് ചെറുതായിട്ട് കൊടുക്കുമ്പോൾ അവർക്കും തോന്നും ഞാൻ ആശുപത്രിയിൽ ചുമ്മാ ഇരുന്ന് കാശ് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ അതൊരു സംഭവിക്കുന്നുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഈ അഡ്വൈസിനൊരു ലോക്കൽ ഫിസിഷ്യനോ ലോക്കൽ ജനറൽ പ്രാക്ടീഷണറോ വേണം. ഏത് കാര്യത്തിന് ഇപ്പം പോവുകയാണ്, അല്ല ഒരു പീഡിയാട്രീഷ്യൻ, അതിനനുസരിച്ച് മാത്രം അവരുടെ അഭിപ്രായത്തിൽ മാത്രം കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം. അത് വെളിയിലെല്ലാം പലയിടത്തും ഉണ്ട്. ഈ GP സിസ്റ്റം ഉണ്ട്. UK ആണെങ്കിൽ GP കാണാതെ ഒരു സ്പെഷ്യലിനെ കാണാൻ പോകാനില്ല. പക്ഷേ അത് ഇച്ചിരി ഓവറായിപ്പോയി. അവിടെ GP കാണാൻ തന്നെ 3 ആഴ്ചയൊക്കെ എടുക്കും. പിന്നെ GP കഴിഞ്ഞിട്ട് പിന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ 6 മാസമൊക്കെ എടുക്കും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഡോക്ടർമാർ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് 3.5 കോടി ജനങ്ങളാണുള്ളത്. അപ്പം ഏകദേശം
ഇവിടെ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ 1,10,000 കണ്ടാണ് ഇവിടുത്തെ MBBS ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നമ്പർ. ബാക്കി ആയുർവേദം ഹോമിയോ ഒക്കെ മാറ്റി വെച്ചാൽ തന്നെ. അപ്പോൾ അതിൽ നിന്നൊരു 10,000-25,000 ഡോക്ടർമാർ വെളിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു 80,000 ഡോക്ടർമാർ കേരളത്തിൽ തന്നെ നിന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഏകദേശം ഒരു 300, 350, 400 പേർക്കൊരു ഡോക്ടറുണ്ട് ഇവിടെ. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഞാൻ അത് എതിർക്കുന്നില്ല. ദർ ആർ സർട്ടൺ ഡോക്ടേഴ്സ്. അത് കൂടുതലും ഞാൻ മനസ്സിലാക്കിയത് ഈ അവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്രഷർ ഇതിനകത്തുണ്ട് മാനേജ്മെൻറ്റിൽ നിന്നുള്ള. പക്ഷേ അതോടൊപ്പം അവരുടെ ഈ മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു കേസ് ഇപ്പം ഞാൻ പറയാം, ഒരു പനിയായിട്ട് വലിയൊരു ആശുപത്രി പോയി, അത് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊരു ലുക്യമി ആയിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എത്രയോ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങൾക്കും പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഷറും ഡോക്ടർമാരുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പബ്ലിക്കും കൂടെ അത് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസും വിശ്വാസമുള്ള ഒരു ഡോക്ടറുമായിട്ട് എപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൽ വേണം ബാക്കി ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നതോ എല്ലാം. ആ രീതിയിലാണെങ്കിൽ ആ മോണിറ്ററിങ് ആ ഡോക്ടർ വഴിയും കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പല രോഗങ്ങളുടെ മോണിറ്ററിങ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ എഴുതുന്നു, ആ ഡോക്ടറോട് തന്നെ നമ്മൾ ചോദിക്കണം, ഡോക്ടർ ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് വരണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മൾ പറയുമ്പോൾ തന്നെ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കാറുണ്ട്, പലരും അങ്ങനെ സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സർജറിയുടെ കേസ് നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ചു പോയി. ഈ സർജറിയിലാണല്ലോ ഒരുപാട് പ്രോഫിറ്റ് ഹോസ്പിറ്റലുകൾക്ക് വരുന്നത്. അപ്പോൾ ഈ സർജറിയിലൊക്കെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് സർജറി കൊണ്ടേ തീരൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ചിലർ അത് അഡ്മിറ്റ് ചെയ്തു പോകും ജീവൻ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. 100% തീർച്ചയായിട്ടും. ഏത് സർജറിയും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, അൺലെസ് ഇറ്റ് ഈസ് ആൻ എമർജൻസി. ഇപ്പോൾ ഉദാഹരണം അപ്പൻഡിസൈറ്റിസ് ആയിട്ട് ചെന്നു, അത് 24 hours ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആൾ മരിച്ചു. അങ്ങനെ അല്ലെ ഒരു ബൈപ്പാസ്, അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നേരം അല്ല ആൻജിയോപ്ലാസ്റ്റി ഒക്കെ. അല്ലാതെ ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും ദർ ആർ അൺനെസറി സർജറീസ്, ഈവൻ സിസേറിയൻ പോലും. ഇപ്പം എനിക്കറിയാം ചില ഡോക്ടർമാർ 100 ഗർഭിണികൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്സെപ്റ്റഡ് ഇതെന്ന് പറയുന്നത് ഒരു 30 പേർക്കൊക്കെ സിസേറിയൻ ചിലപ്പം വേണ്ടി വരും, 100-ൽ 30. പക്ഷേ 70-80% ഓപ്പറേഷൻ ചെയ്യുന്ന സിസേറിയൻ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അത് ഒരാളെ വരെ അവരുടെ ഒരു ശീലവും അതോടൊപ്പം അവർക്കൊരു പേടിയാണ്, ഇത് എന്തെങ്കിലും കാരണം വെച്ചാൽ കുഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മരിച്ചു എല്ലാം ചെയ്താലെന്നുള്ള അതുകൊണ്ട്. പക്ഷേ എങ്കിലും അതിനകത്തൊരു ഇൻ്റർനാഷണൽ ഒരു മോട്ടിവേഷൻ കൂടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു മോട്ടിവേഷനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാർ തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ENT-യിലുണ്ട്, ഗൈനക്കിലുണ്ട്, ഓർത്തോയിലുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ എനി മേജർ സർജറി യു ഷുഡ് ഗോ. അതിന് യാതൊരു സംശയമില്ല. ഞാനായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരാളെ മാത്രം അഭിപ്രായം കേട്ടത് ഞാൻ ചെയ്യില്ല. പക്ഷേ സെക്കൻഡറി ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു അവസരം പോലും ചില ഹോസ്പിറ്റലിൽ കൊടുക്കാറില്ല. അവർ പേടിപ്പെടുത്തുന്ന ഡോക്ടർമാരെ കണ്ടത്. പക്ഷേ എപ്പോഴും ഒരു ഡോക്ടർ ചെയ്യേണ്ടത് ഒരു രോഗി മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരെ സമാധാനപ്പെടുത്തുക എന്നാണ്. പക്ഷേ പല റിപ്പോർട്ടുകളും കാണിച്ച് പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർമാരുടെ നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു, ഡോക്ടർമാരുടെ ഒരു മനോഭാവം കൂടി മാറണം തീർച്ചയായിട്ടും. പക്ഷേ അത് ഒറ്റ കാര്യമുണ്ട്, ഈ ഡോക്ടർമാർ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹം തന്നെ ഇങ്ങനെയാണ്, ഏത് ഫീൽഡ് എടുക്കും എല്ലാത്തിലും ഇതാണ്. അത് ഞാൻ ഡോക്ടർമാരെ തീർച്ചയായിട്ടും മാറണം. അത് ഞാൻ കാണുന്നത് ഇപ്പം ഈ മെഡിക്കൽ എത്തിക്സ്, ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും IMAയിലൊക്കെ സ്ഥിരം നമ്മൾ അതിൻ്റെ മീറ്റിങ്ങുകളും സെഷൻസൊക്കെ ചെയ്യാറുണ്ട്. മെഡിക്കൽ എത്തിക്സ് ഫോളോ ചെയ്യുന്നത് വളരെ വളരെ നിർബന്ധമാണ്. അപ്പം അങ്ങനെ പ്യൂറായി കറക്റ്റായിട്ട് ചെയ്യുന്ന ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ചെല്ലുമ്പോഴേ വെരട്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയണം, മൂക്കിനകത്ത് ഒരു സൈനസൈറ്റിസ് വന്നാൽ അപ്പോൾ തലച്ചോറി പഴുപ്പ് കയറും എന്ന് പറയുന്ന ഡോക്ടർമാരെ എനിക്കറിയാം കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ്. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ പറയാൻ ബാധ്യസ്ഥനൊക്കെയാണ്. അത് ആ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ പറയണം, സർജറിക്ക് മുമ്പ് ഇങ്ങനെയുള്ള ചില ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വരാം എന്നൊക്കെയുള്ള നമുക്ക് പറയാം. പക്ഷേ അത് പറയുന്നതിനൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനുണ്ട്. അത് പല ഡോക്ടർമാർക്കും ഇപ്പോഴില്ല. ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ. അത് എത്തിക്സ് മാറ്റി വെച്ചിട്ടാണ് ഇവരെല്ലാം മെജോറിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പലപ്പോഴും നമ്മളെ പഴയ ഡോക്ടർമാർക്ക് അത് ദഹിക്കത്തില്ല. പല മരുന്നുകളുടെ ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതുന്നത്. ഞാൻ ഇന്നൊരു പേഷ്യനെ കണ്ടിട്ടുണ്ട്,
ഒരു പേഷ്യൻ്റ്, ഇപ്പം ഞാനത് പേഷ്യനെ കണ്ടിട്ടാണ് വരുന്നത്, 20 മരുന്നുകളാണ് പുള്ളിക്ക്. ഡയബറ്റീസ്, റീനൽ ഡയാലിസിസ്, പക്ഷേ 20 മെഡിസിൻസ് ഉണ്ട്. പറഞ്ഞാണ് സാർ. അപ്പോൾ അങ്ങനത്തെ ഈ അനാവശ്യമായിട്ട് മരുന്ന് ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ 20 മരുന്ന്, ഈ 20 മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം അയാളുടെ പകുതി വയസ്സ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കൂടുതൽ മരുന്ന് എഴുതുമ്പോൾ നമ്മൾ അവിടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമുണ്ടോ? മറ്റൊരു ഡോക്ടർ ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും വേണം. അൾട്ടിമേറ്റ്ലി നമ്മുടെ ആരോഗ്യം നമ്മുടെ പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും 1, 2, 3 ഡോക്ടർമാരോട് ചോദിച്ച് വളരെ അത്യാവശ്യമായിട്ട് അത് വിശ്വാസം. അതാണ് ഞാൻ പറയാൻ കാരണം. അത് നമ്മളെപ്പോഴും നമുക്കൊരു കോൺഫിഡൻ്റ് ഉള്ള ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് വേണം, അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്പെഷ്യാലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജനറൽ പ്രാക്ടീഷണർ മതി, ചോദിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ക്രോണിക് രോഗങ്ങളൊക്കെ അവർ നോക്കിയിട്ട്. അതാ പറയാൻ കാരണം. അത് ചിലരുടെ ഒരു നേച്ചറാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയാൽ ഒരാൾക്കൊരു ചുമയോ ശ്വാസം മുട്ടലോ അലർജിയോ കാണും, വേറെ ആൾക്ക് ഡയബറ്റീസ് കാണും, വേറെ ആൾക്ക് പ്രഷർ കാണും. അപ്പോൾ അവർ 3 സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണ്. 3 പേര് 5, 6 മരുന്ന് കഴിയുമ്പോൾ എല്ലാം കൂടി 20ആയി. ഇത് മറ്റാൾ എന്താ എഴുതിയെന്ന് പോലും പലരും നോക്കുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ റെപ്പിറ്റേഷൻ ആയിട്ടുണ്ട് ജീവിതകാലം മൊത്തം. ഞാൻ ഏറ്റവും മിസ്യൂസ് ആയിട്ടുള്ളൊരു മരുന്ന് നമ്മുടെ അസിഡിറ്റിക്കുള്ള പാൻറ്റോപ്രസോൾ. 3-4 മരുന്ന് എഴുതും, അതിൻ്റെ മേമ്പൊടിയായിട്ട് എല്ലാവരും ഒരു പാൻറ്റോപ്രസോൾ എഴുതും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. പാൻറ്റോപ്രസോൾ അങ്ങനെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ, ഇപ്പോൾ 1-2 മാസം കഴിച്ചാൽ കുഴപ്പമില്ല. ഇത് വർഷങ്ങൾ കഴിക്കുന്നവരെ എനിക്കറിയാം. വർഷങ്ങളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് കേടാണ്, കിഡ്നിക്ക് കേടാണ്, വേറെ പല ഈവൻ നമ്മുടെ നമുക്ക് ഭക്ഷണം കഴിച്ച് ദഹിക്കണമെന്നുണ്ടെങ്കിൽ ആസിഡ് വേണം, പ്രോപ്പറായിട്ട് ദഹിക്കണം. ആസിഡ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ക്രമേണ വയറ്റിനുള്ള നമ്മുടെ ബാക്ടീരിയ അതെല്ലാം നശിച്ചു പോകുന്നു. അതേപോലെ ഭാവിയിൽ ക്യാൻസർ പോലെ വരാനുള്ള രോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും അതേപോലെ പല മരുന്നുകളും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഒരു മരുന്നും വേറെ മരുന്നും കൂടെ ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കിയെന്ന്. ഇതൊന്നും അറിയാതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 100% സമ്മതിക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ എഴുതുന്ന ഒരു പ്രവണത വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പോളി ഫാർമസി എന്ന് പറയും. ഈവൻ ആൻറ്റിബയോട്ടിക്സ് പോലും നമ്മളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡേ ഒരു പനിയായിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാറില്ല. 1-2 ദിവസം നോക്കി കുറവില്ലെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം. അല്ലെങ്കിൽ ആരംഭത്തിൽ നമുക്കറിയണം ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, ടോൺസിലൈറ്റിസ് ആണ്, അല്ല സൈനസ് മൂക്കിൽ നിന്ന് മഞ്ഞാറത്തിൽ പഴുപ്പ് വരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കത്തുള്ളൂ. അല്ല ചുമ്മാ ഒരു തുമ്മൽ വന്നെന്നും പറഞ്ഞ് ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കുക. അത് പക്ഷേ ആൾക്കാർ സ്വന്തമായിട്ട് പോയി വാങ്ങിച്ചേ. ഇപ്പോൾ എന്തായാലും ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് കൊടുത്തുകൂടാന്നുള്ള കാര്യം. ആൻറ്റിബയോട്ടിക്കിനെ പോലോ അതിനേക്കാളോ സൈഡ് എഫക്റ്റുള്ള മരുന്നുകൾ വളരെയധികം ഉണ്ട്. അത് ഒരിക്കലും എന്തിന് നമ്മൾ പ്രാണവായു ഓക്സിജൻ 5% കൂടുതൽ ശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിന് കേടാം, പിന്നല്ലേ ഈ മരുന്നുകൾ. അപ്പം അതുകൊണ്ട് അത് വളരെ ശരിയാണ് പറഞ്ഞത്. മരുന്നുകൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന ഒരു ടെൻഡൻസി, എഴുതി കൊടുക്കുന്ന ടെൻഡൻസി ഡോക്ടർമാരുടെ ഇടയുണ്ട്. അത് തീർച്ചയായിട്ടും. ഒരു ചെറിയ ചുമ വന്നു കഴിഞ്ഞാൽ പൾമണോളജിസ്റ്റിനെ കാണുന്നു, BP വന്നു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റിനെ കാണുന്നു, ഒരു ചെറിയ തലവേദന വന്നാൽ ന്യൂറോളജിസ്റ്റിനെ കാണുന്നു. ഇതെല്ലാം ഈ 3ഉം ഒരു GPക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. പറഞ്ഞ മനസ്സിലല്ലോ ജനറൽ പ്രാക്ടീഷണർക്ക്. അതാണ് ഞാൻ പറയാം. അങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ആ പുള്ളി വഴി വേണം ബാക്കിയല്ല. അപ്പം പുള്ളി അവസാനം വന്ന് പറയും ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് കഴിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ എത്രയോ വളരെ മിടുക്കരായിട്ടുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സിനെ എനിക്കറിയാം. അതേപോലെ ജനറൽ ഫിസിഷ്യൻസ് ഉണ്ട്. പക്ഷേ അത് ആൾക്കാരുടെ ഇടയിൽ എന്തോ അങ്ങനൊരു കൺസെപ്റ്റായിപ്പോയി. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഒരു ജലദോഷം വന്നാലോ ഒരു പനി വന്നാലോ അവർ സ്ഥിരം ഒരു ഡോക്ടറെ തന്നെ കാണുന്ന ഒരു ശീലം ഉണ്ടാക്കണം. അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഒരു റിലേഷൻഷിപ്പും ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മറുപടി.